ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്രീലത. ലോക്സഭാ മണ്ഡലങ്ങൾ പുനർനിർണയിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങൾക്കെതിരെ ചെന്നൈയിൽ ഈ മാസം 22-ന് വിളിച്ചു ചേർക്കുന്ന ഐക്യദാർഢ്യ സമ്മേളനത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിച്ച് തമിഴ്നാട് സർക്കാർ. തമിഴ്നാട് ഐടി മന്ത്രി പളനിവേൽ ത്യാഗരാജൻ, തമിഴച്ചി തങ്കപാണ്ഡ്യൻ MP എന്നിവർ നേരിട്ടെത്തിയാണ് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചത്. ലോക്സഭാ മണ്ഡല പുനർനിർണയ വിഷയത്തിൽ അഭിപ്രായ സമന്വയം വഴി തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു സംസ്ഥാനത്തിന്റെയും സീറ്റുകളുടെ നിലവിലുള്ള ആനുപാതിക വിഹിതത്തിൽ കുറവ് വരാതെ വേണം പുനർനിർണയം നടത്തേണ്ടതെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കി. കുടുംബാസൂത്രണ നയങ്ങൾക്ക് അനുസൃതമായി ജനസംഖ്യ കുറച്ചുകൊണ്ടുവന്ന സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിൽ ആനുപാതിക പ്രാതിനിധ്യത്തിൽ കുറവ് വരുത്തുന്നത് അനീതിയാണെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തെ ക്ഷീര കർഷകർക്ക് സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കാൻ കേരള ബാങ്കുമായി ചേർന്ന് വായ്പ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ഫോക്കസ് ബ്ലോക്ക് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ക്ഷീര കർഷക അവാർഡ് വിതരണവും തൊടുപുഴയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന ഫോക്കസ് ബ്ലോക്ക് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 50 ബ്ലോക്ക് പഞ്ചായത്തുകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഈ വർഷം ഇന്ത്യയുടെ കയറ്റുമതി $800 ബില്യൺ മറികടക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സേവന മേഖലയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നതെന്ന് കയറ്റുമതി പ്രോത്സാഹന കൌൺസിൽ, വ്യവസായ അസോസിയേഷനുകൾ എന്നിവയുടെ യോഗത്തെ അഭിസംബോധന ചെയ്യവെ അദ്ദേഹം പറഞ്ഞു. സ്വതന്ത്ര വ്യാപാര കരാറുകൾ അന്തിമഘട്ടത്തിലാണെന്നും ഇതിലൂടെ ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് കൂടുതൽ നിക്ഷേപം ലഭിക്കുമെന്നും ശ്രീ പീയൂഷ് ഗോയൽ അറിയിച്ചു. ഉപഗ്രഹ വിക്ഷേപണങ്ങളിലൂടെ ISRO നേടിയത് ഏകദേശം $143 ദശലക്ഷം വിദേശ നാണ്യ വരുമാനം. കഴിഞ്ഞ ദശകത്തിൽ ISRO വാണിജ്യാടിസ്ഥാനത്തിൽ ആകെ 393 വിദേശ ഉപഗ്രഹങ്ങളും 3 ഇന്ത്യൻ ഉപഭോക്തൃ ഉപഗ്രഹങ്ങളും വിക്ഷേപിച്ചതായി ബഹിരാകാശ വകുപ്പ് അറിയിച്ചു. 2015 ജനുവരി മുതൽ 2024 ഡിസംബർ വരെ ISROയുടെ PSLV, LVM-3, SSLV വിക്ഷേപണ വാഹനങ്ങളിലാണ് ഉപഗ്രഹങ്ങൾ വിജയകരമായി വിക്ഷേപിച്ചത്. 3 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ അസമിലെത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഡെർഗാവ് പോലീസ് അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ ഭവന പദ്ധതികൾക്ക് അദ്ദേഹം തറക്കല്ലിടും. പുതിയ ക്രിമിനൽ നിയമങ്ങൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയതിനെ തുടർന്നുള്ള സാഹചര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിലയിരുത്തും. ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $15.26 ബില്യൺ ഉയർന്ന് $653.96 ബില്യൺ റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പ്രതിവാര കണക്കനുസരിച്ചാണിത്. കരുതൽ ശേഖരത്തിന്റെ പ്രധാന ഘടകമായ വിദേശ കറൻസി ആസ്തികൾ $13.93 ബില്യൺ ഉയർന്ന് $557.28 ബില്യൺ സ്വർണ്ണശേഖരം $1 ബില്യൺ ഉയർന്ന് $74.32 ബില്യൺ കടന്നു. റഷ്യ യുക്രൈൻ വിഷയത്തിലെ നിരന്തര ഇടപെടലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾക്ക് നന്ദി അറിയിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുകാഷെങ്കോയുമായുള്ള സംയുക്ത പത്രസമ്മേളനത്തിലാണ് പുടിൻ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ലോക നേതാക്കളുടെ ശ്രമങ്ങളെ പ്രശംസിച്ചത്. 2024 ആഗോള സമുദ്രനിരപ്പ് പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ഉയർന്നതായി നാസയുടെ വെളിപ്പെടുത്തൽ. സമുദ്രനിരപ്പ് ഉയരുന്ന നിരക്ക് 2024 പ്രതീക്ഷിത 0.43 സെന്റിമീറ്ററിൽ നിന്നും 0.59 സെന്റിമീറ്ററിലെത്തിയതായി US ബഹിരാകാശ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഹിമപാളികളിൽ നിന്നും അധികമായി ഉരുകിയെത്തിയ ജലത്തിനൊപ്പം സമുദ്രജലം ചൂടുപിടിക്കുന്നതാണ് പ്രധാനമായും സമുദ്രനിരപ്പിന്റെ വർധനവിന് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്ത് കനത്ത ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ്. കടുത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 10 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഇന്നും നാളെയും താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ നാളെ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. മുംബൈ ബ്രാബോൺ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. തുടർച്ചയായ 3ാം ഫൈനലിനാണ് ഡൽഹി നാളെ കളിക്കളത്തിലിറങ്ങുന്നത്. 2ാം കിരീട നേട്ടമാണ് ഹർമൻപ്രീത് കൌർ നേതൃത്വം നൽകുന്ന മുംബൈ ഇന്ത്യൻസിന്റെ ലക്ഷ്യം. മീനമാസം പൂജയ്ക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. സന്നിധാനത്തെ മേൽപ്പാലം ഒഴിവാക്കിയുള്ള പുതിയ ദർശന രീതിയുടെ ട്രയൽ റൺ ആരംഭിച്ചു. കൊടിമരത്തിന്റെ ഇരുവശവും വഴി 2 വരികളിലായി ഭക്തർക്ക് ശ്രീകോവിലിന് മുന്നിലേക്ക് പോകാൻ കഴിയും വിധമാണ് പുതിയ ദർശന വഴി. ദർശന സമയം 20 മുതൽ 30 സെക്കൻഡ് വരെ കൂടുതൽ ലഭിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. 19-നാണ് നട അടയ്ക്കുന്നത്. വർണ്ണങ്ങളുടെ ഉത്സവമായ ഹോളി ആഘോഷിച്ച് രാജ്യം. വസന്തത്തിന്റെ വരവറിയിക്കുന്ന ഹോളി തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ പ്രതീകമായാണ് കൊണ്ടാടുന്നത്. ഉത്തരേന്ത്യൻ നഗരങ്ങളും ഗ്രാമങ്ങളും രാവിലെ മുതൽ ഹോളിയുടെ ആഘോഷത്തിൽ മുഴുകിയപ്പോൾ തനിമ മങ്ങാതെ മധുരം പങ്കുവച്ചും വർണ്ണങ്ങൾ വിതറിയും കേരളത്തിലെ ഉത്തരേന്ത്യൻ സമൂഹവും ഹോളി ആഘോഷിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.